ആദ്യ രണ്ട് ഭാഗങ്ങൾ സ്വീകരിച്ച പ്രേക്ഷകർ ദൃശ്യം 3യും മനസ്സിലേറ്റുമെന്നാണ് പ്രതീക്ഷയെന്ന് മോഹൻലാൽ. ചിത്രം വലിയ വിജയമാവട്ടെ എന്നാണ് തന്റെ പ്രാർത്ഥനയെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളത്ത് പൂത്തോട്ട SN കോളേജിൽ ചിത്രത്തിന്റെ പൂജാ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൃശ്യം 3 ചിത്രീകരണം തുടങ്ങിയാണ്. ഈ സിനിമ ഒരു തടസ്സവും കൂടാതെ ഷൂട്ടിംഗ് നടക്കണേ, ചിത്രം ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റായി മാറണേ എന്നാണ് ഓരോ പൂജാ ചടങ്ങിലും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ താൻ ഇന്നും പ്രാർത്ഥിക്കുന്നു. ദൃശ്യം 1ഉം 2ഉം മനസ്സിലേറ്റിയ പ്രേക്ഷകർ 3ഉം മനസ്സിലേറ്റി നടക്കട്ടെ എന്നാണ് പ്രാർത്ഥനയെന്നും മോഹൻലാൽ പറഞ്ഞു. ദൃശ്യം 3യുടെ ചിത്രീകരണം ഇന്ന് തുടങ്ങുകയാണ്. എല്ലാ സിനിമകൾ തുടങ്ങുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ സിനിമയ്ക്ക് ഒരു തടസ്സവും കൂടാതെ ഷൂട്ടിംഗ് നടക്കണേ, ഈ ചിത്രം ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയി മാറണേന്നാണ്. അതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു, ഇതിനൊരു തടസ്സവും കൂടാതെ നടക്കണേ, ഇതൊരു വലിയ വിജയമായി മാറണമെന്ന്. ദൃശ്യം 1, 2 മനസ്സിൽ ഏറ്റിയ പ്രേക്ഷകർ ദൃശ്യം 3ഉം തീർച്ചയായിട്ടും മനസ്സിൽ കൊണ്ട് നടക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോർജൂട്ടി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും, പേടിക്കണ്ട എന്നായിരുന്നു ചിത്രത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് മോഹൻലാൽ തമാശ രൂപേണ പ്രതികരിച്ചത്. ഈ ആകാംക്ഷയാണ് ദൃശ്യത്തിന്റെ സവിശേഷത. കഥ പറയില്ലേ എന്ന് സംവിധായകൻ തന്നോട് പറഞ്ഞു. അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു. അതിൻ്റെ കഥ ഇപ്പം പറയണം. ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാക്കും, പേടിക്കണ്ട. അത് കാണാം. എല്ലാവരും അതിൻ്റെ എല്ലാവരും ഈ എക്സൈറ്റ്മെൻറ്റാണ് ദൃശ്യത്തിൻ്റെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് പറയില്ല എന്ന് പുള്ളി പറഞ്ഞു. എനിക്ക് പറയാൻ പറ്റില്ല. മോഹൻലാലിന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച സമയത്ത് ദൃശ്യം 3 ഷൂട്ടിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് പറഞ്ഞു. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും ചടങ്ങിൽ പങ്കെടുത്തു. ഷൂട്ടിംഗ് ഇവിടെ ആരംഭിക്കുകയാണ്. അത് ഇങ്ങനെയൊരു ദിവസം തന്നെ ആരംഭിക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. കാരണം ഇത് ഇരട്ടി മധുരമാണ്. ലാൽ സാറിന് ഫാൽക്കെ അവാർഡ് കിട്ടി. നമ്മുടെ എല്ലാ മലയാളികളുടെയും ഒരു പ്രൗഡ് മൊമെൻ്റാണ്. പിന്നെ ദൃശ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല സിനിമയാണെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ബാക്കി നിങ്ങൾ അമിത പ്രതീക്ഷകളില്ലാതെ വന്ന് ഈ സിനിമ കാണുക.